ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് വ്യാജമായിട്ടല്ലെന്ന് വിവരാവകാശ രേഖ. അപേക്ഷയിൽ കാർഡ് ഉടമയുടെ സമ്മതപത്രം ഉണ്ടായിരുന്നു. ഉടമയുമായി ബന്ധം തെളിയിക്കുന്ന റിലേഷൻ സർട്ടിഫിക്കറ്റ് പകർപ്പും ആധാർ കാർഡിന്റെ പകർപ്പും സമർപ്പിച്ചിരുന്നുവെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. വ്യാജമായിട്ടാണ് ശ്രീനാദേവിയുടെ പേര് റേഷൻ കാർഡിൽ ചേർത്തതെന്ന് ആരോപിച്ച് കാർഡ് ഉടമയുടെ മക്കൾ രംഗത്ത് വന്നിരുന്നു. അവർ നൽകിയ പരാതിയിൽ കാർഡിൽ നിന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വെട്ടിയിരുന്നു. പാർട്ടി വിട്ടതിന്റെ വൈരാഗ്യത്തിൽ ഉദ്യോഗസ്ഥരെ ചാക്കിട്ട് CPI നേതൃത്വം നടത്തിയ പകപോക്കൽ തെളിഞ്ഞെന്ന് ശ്രീനാദേവി കുറ്റപ്പെടുത്തി. വ്യാജരേഖ ചമച്ച് റേഷൻ കാർഡിൽ പേര് ചേർത്തു എന്ന പരാതിയിൽ സപ്ലൈ ഓഫീസർ റേഷൻ കാർഡ് റദ്ദാക്കിയതിനു പിന്നാലെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയിരുന്നു. റദ്ദാക്കപ്പെട്ട റേഷൻ കാർഡിലെ മേൽവിലാസത്തിലാണ് വോട്ടർ പട്ടികയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് ഉണ്ടായിരുന്നത്. ബന്ധുക്കളിൽ ചിലരെ ഉപയോഗിച്ചുള്ള CPIയുടെ രാഷ്ട്രീയ പകപോക്കലാണ് ഇതെന്നായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ആരോപണം. കാർഡ് ഉടമയുടെ മകൻ ശ്യാംജിത്ത് S. പിള്ളയാണ് വ്യാജരേഖ ചമച്ചുവെന്നാരോപിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പരാതി നൽകിയത്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് ചേർത്തത് കാർഡ് ഉടമയുടെ ഭർതൃ സഹോദരിയുടെ മകൾ എന്ന് സൂചിപ്പിച്ചാണെന്നും എന്നാൽ കാർഡ് ഉടമയ്ക്ക് ഭർതൃ സഹോദരിയോ മകളോ ഇല്ലെന്നും പരാതിയിൽ പറയുന്നു. കാർഡ് ഉടമ 2024 സെപ്റ്റംബർ 18 മരിച്ചുവെന്നും പരാതിയിലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വെട്ടാൻ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ഉത്തരവിടുകയായിരുന്നു. നേതൃത്വവുമായി ഇടഞ്ഞാണ് ശ്രീനാദേവി കുഞ്ഞമ്മ CPI വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. അടൂർ താലൂക്കിൽ ഏറത്ത് പഞ്ചായത്ത് 17-ാം വാർഡിൽ കൊള്ളാശ്ശേരിൽ വീട്ടിൽ യശോദ S. പിള്ള എന്നയാളുടെ റേഷൻ കാർഡിൽ ശ്രീന വ്യാജമായി പേരു ചേർത്ത് എന്നാരോപിച്ച് മക്കളായ ശ്രീജിത്ത് S. പിള്ള, ശ്യാംജിത്ത് S. പിള്ള, സഞ്ജിത്ത് S. പിള്ള എന്നിവർ നൽകിയ പരാതിയിലാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ നടപടി സ്വീകരിച്ചത്. ശ്രീനയുടെ പേര് കാർഡിൽ നിന്ന് നീക്കിയതിന് പിന്നാലെ വിവാദമായി. ശ്രീന വ്യാജരേഖ ചമച്ചാണ് കാർഡിൽ കടന്നുകൂടിയത് എന്നായിരുന്നു പരാതി. കൊല്ലം ജില്ലയിൽ പോരുവഴി പഞ്ചായത്തിൽ കമ്പലടി അയണിവേലിൽ വീട്ടിൽ താമസക്കാരിയായ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ കാർഡ് ഉപയോഗിച്ച് ഏറത്ത് പഞ്ചായത്ത് 17-ാം വാർഡിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ശ്രീനയുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം റദ്ദാക്കണം എന്നും ആവശ്യമുയർന്നു. ശ്രീന വ്യാജരേഖ ചമച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്ന വിവാദം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിനിടെ അവർ മറുനാടനോട് പ്രതികരിക്കുകയും ചെയ്തു. തന്റെ അമ്മാവൻ KK സോമനാഥൻ പിള്ളയുടെ ഭാര്യയാണ് യശോദ. ഇവർക്ക് 4 മക്കളാണ്. അതിൽ ആൺമക്കളാണ് പരാതിക്കാർ. ശ്രീ പാർവതി എന്നൊരു മകൾ കൂടിയുണ്ട്. വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ ജോലി സ്ഥലത്താണ് ശ്രീ പാർവതി ഉള്ളത്. 2014-15 കാലഘട്ടത്തിൽ താൻ അമ്മാവന്റെ വീട്ടിൽ താമസം തുടങ്ങി. തുടർന്ന് താനും പാർവതിയും ഒന്നിച്ച് സിവിൽ സർവീസ് പരിശീലനത്തിന് തിരുവനന്തപുരത്ത് ചേർന്നു. അപ്പോഴും അമ്മാവന്റെ വീട്ടിലാണ് ഇടയ്ക്കിടെ വന്ന് താമസിച്ചിരുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോഴും പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത്. യുവജന സംഘടനാ ഭാരവാഹിത്വവും പത്തനംതിട്ടയിലായിരുന്നു. 2019 അമ്മാവൻ മരിച്ചു. ഇതിനിടെ യശോദ S. പിള്ള അസുഖബാധിതയായി. ആൺമക്കൾ മൂവരും തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ യശോദ ജീവനാംശം കിട്ടാൻ RDOയ്ക്ക് കേസ് കൊടുത്തു. അങ്ങനെ അവർക്ക് ജീവനാംശം കിട്ടി. 2020 ശ്രീനയുടെ പേര് ഇവിടെ റേഷൻ കാർഡിൽ ചേർത്തത്. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അന്ന് ഇതിനുവേണ്ട സഹായം മുഴുവൻ ചെയ്തത് CPI ജില്ലാ നേതൃത്വവും ജില്ലാ സെക്രട്ടറിയുമായിരുന്ന AP ജയനാണ്. അന്ന് എതിർപക്ഷമായിരുന്ന കോൺഗ്രസ് ശ്രീനയ്ക്കെതിരെ വോട്ടർ പട്ടികയെ ചൊല്ലി കളക്ടർക്ക് പരാതി നൽകി. എന്നാൽ കളക്ടർ ഇത് തള്ളി. അതിനുശേഷം ശ്രീനാദേവിയും ജില്ലാ സെക്രട്ടറി AP ജയനുമായി അസ്വാരസ്യം ഉടലെടുത്തു. ശ്രീന നൽകിയ പരാതിയിന്മേൽ ജയനെതിരെ സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തു. അദ്ദേഹത്തെ തരം താഴ്ത്തി. ഇതോടെ ശ്രീനായും പാർട്ടിയുമായി നിരന്തരം പ്രശ്നങ്ങളുണ്ടായി. ഒടുക്കം ശ്രീന പാർട്ടി അംഗത്വവും ജില്ലാ പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചു. കോൺഗ്രസിൽ ചേർന്ന ശ്രീനാദേവി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പള്ളിക്കൽ ഡിവിഷനിൽ മത്സരിച്ച് വിജയിച്ചു. 2024 ഒക്ടോബർ 18 ശ്രീനായുടെ അമ്മാവിയായ യശോദ S. പിള്ള മരണമടഞ്ഞു. തനിക്കെതിരെ നൽകിയ പരാതിയിൽ യശോദയുടെ മക്കൾ അവർ മരിച്ച മാസമായി എഴുതിയിരിക്കുന്നത് ഒക്ടോബറിന് പകരം സെപ്റ്റംബർ എന്നാണെന്ന് ശ്രീനാദേവി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. നിലവിലുള്ള വീടിന്റെയും വസ്തുവിന്റെയും അവകാശം അവരുടെ 4 മക്കൾക്കുമായി നേരത്തെ നൽകിയിരുന്നു. ഇതിൽ മകളായ പാർവതിയുടെ വിഹിതത്തിൽ പകുതി തനിക്ക് എഴുതി തന്നുവെന്ന് ശ്രീനാദേവി പറഞ്ഞു. ഇതോടെ ഈ വീടിന് ശ്രീനയ്ക്കും അവകാശമായി.
ഈ വിവരം അറിഞ്ഞതിന് പിന്നാലെയാണ് തനിക്കെതിരെ നീക്കം തുടങ്ങിയതെന്ന് ശ്രീന പറയുന്നു.